നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് നടി സാമന്ത റൂത്ത് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ആ സന്തോഷ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. താൻ ഗർഭിണിയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു നടി. താൻ ഗർഭിണിയാണെന്നും ഇനി സിനിമയിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുക്കുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നടി നൽകിയിരിക്കുന്നത്. മാ ഇന്ദി ബംഗാര എന്ന് പറയുന്ന തെലുങ്ക് ചിത്രത്തിന്റെ വിജയാഘോഷത്തിനിടയിൽ വച്ചാണ് സാമന്തയുടെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ആരാധകരുമായി ഏറെ നേരം സംസാരിച്ചതിന് ശേഷം സാം ആ കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. ചടങ്ങിൽ ഭർത്താവും സംവിധായകനുമായിട്ടുള്ള രാജ് നിതിമോരും ഒപ്പമുണ്ടായിരുന്നു എന്നതാണ് ഈ ഒരു നിമിഷത്തെ കൂടുതൽ മനോഹരമാക്കി മാറ്റിയിരിക്കുന്നത്. സാമന്തയുടെ വയർ വലുതായിരിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടെ സാം ഗർഭിണിയാണ് എന്നുള്ള രീതിയിൽ അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. അതോടൊപ്പം തന്നെ സാമിൻ്റെ ആ ഒരു കുഞ്ഞു വയർ അതിനെ ഫോക്കസ് ചെയ്തുള്ള ആ ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലായത് പെട്ടെന്നാണ്. ഇതോടെ താരദമ്പതികൾ തങ്ങളുടെ ആദ്യ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്തകൾ അതിവേഗത്തിൽ പ്രചരിച്ചു. ഇതിന് പിന്നാലെയാലും ഇപ്പോൾ താരദമ്പതികൾ തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണക്കിലെടുത്ത് മാ ഇന്ദി ബംഗാരത്തിന് ശേഷം എനിക്ക് ചെറിയൊരു ബ്രേക്ക് വേണമെന്നാണ് സാം പറയുന്നത്. ഇത് എൻ്റെ പ്രസവ അവധിയായിട്ട് കണക്കുകൂട്ടുക. ഇതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണെന്ന് സാം പറയുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പുതിയ ചിത്രവുമായി താൻ ആരാധകർക്ക് മുൻപിൽ എത്തുന്നുവെങ്കിലും ഇപ്പോൾ ഒരു ഗ്യാപ്പ്, ഒരു ബ്രേക്ക് എടുക്കേണ്ട സമയമായിരുന്നു എന്നാണ് സാമിൻ്റെ വാക്കുകൾ. താരം ഇക്കാര്യം വെളിപ്പെടുത്തിയതോടെ സദസ്സിലുള്ളവർ വലിയ ആവേശത്തോടെ പ്രതികരിച്ചു, കൈയടിച്ചു. ഈ ചടങ്ങിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ വൈറലാണ്. ദമ്പതികൾക്ക് ആശംസകളുമായിട്ട് നിരവധി ആരാധകരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. 2025 ഡിസംബർ 1 സാമന്തയും സംവിധായകൻ രാജ് നദിമോരും തമ്മിലുള്ള വിവാഹം നടന്നത്. ശ്രദ്ധേയമായിട്ടുള്ള വെബ് സീരീസ് ഫാമിലി മാൻ സംവിധായകരിൽ ഒരാളായിരുന്നു രാജ്മോർ. ഈ പരമ്പരയിൽ സാമന്തയും പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെ ചിത്രീകരണത്തിനിടെ ഇരുവരും പ്രണയത്തിലാകുകയും പിന്നീട് വിവാഹം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു എന്നതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി സ്വദേശിയാണ് സാമിൻ്റെ ഭർത്താവായിട്ടുള്ള രാജ്. നടൻ നാഗചൈതന്യമായിട്ടുള്ള വിവാഹ മോചനത്തിന് ശേഷമാണ് സാം രാജുമായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നത്. 2021 അവർ വേർപിരിയുന്ന സമയത്ത് സാമിനെ ചതിച്ച നാഗചൈതന്യ എന്ന തരത്തിൽ വളരെ വലിയ വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇതൊക്കെ അഭ്യൂഹങ്ങളെല്ലാം മാറിയതിനു ശേഷമാണ് ഇപ്പോൾ രാജുമായിട്ടൊരു സന്തോഷ ജീവിതത്തിലേക്ക് സാം കടക്കുന്നത്. നടൻ നാഗചൈതന്യമായിട്ടുള്ള വിവാഹമോചനം കഴിഞ്ഞ് 4 വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് സാം ആ റിയാലിറ്റി മനസ്സിലാക്കി പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നത്. സംവിധായകൻ രാജ് നിതിൻമോരുമൊപ്പം പുതിയൊരു ജീവിതം തീരുമാനിച്ചു എന്ന് ജനങ്ങളോട്, ആരാധകരോട് അറിയിക്കുകയും ചെയ്യുന്നത്. നാഗചൈതന്യയുമായി പിരിഞ്ഞ ശേഷം വീണ്ടും ഒരാളെ വിശ്വസിക്കാൻ തനിക്ക് കഴിയുമായിരുന്നില്ല എന്നാണ് അന്ന് സാം വ്യക്തമാക്കിയത്. അങ്ങനെ കരുതിയിരുന്ന തന്നെ മാറ്റിയത് രാജാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 1 വീണ്ടും സാമന്ത വിവാഹിതയായത്. തൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരാളെക്കുറിച്ച് വോഗ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു സാമന്ത ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു സമയമാണ്. പൊതുമധ്യത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോഴും ഒരു ഭയമുണ്ടാകുന്ന, അപമാനിക്കപ്പെടുമോ എന്നുള്ള, ട്രോൾ ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ഭയമായിരുന്നു തന്നെ വേട്ടയാടിയിരുന്നത്. നമ്മുടെ പതനം എല്ലാവരും കാണുന്നുണ്ടല്ലോ എന്ന പേടിയിൽ എനിക്ക് പലപ്പോഴും പ്രതിരോധിക്കാൻ പോലും മടിയായിരുന്നു. വിവാഹത്തിന് ശേഷം ഞാൻ പൂർണ്ണമായും ഉൾവലിഞ്ഞു നിന്നു. ഇനി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്ന് പോലും കരുതിയതല്ല. എന്നാൽ രാജിൽ നിന്നുള്ള സ്നേഹവും സൗഹൃദവും സ്വീകരിക്കാൻ പാകത്തിൽ എന്നെ പാകപ്പെടുത്തി അയാൾ വന്നു. രാജിനൊപ്പമുള്ള ഈ ബന്ധം എന്നെ കൂടുതൽ നല്ലൊരു മനുഷ്യയാക്കി മാറ്റി എന്ന് സാം പറയുന്നു. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന ദമ്പതികളാണ് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നു, ഒരുമിച്ച് ഗെയിം കളിക്കുന്നു, വർക്കൗട്ട് പോലും തങ്ങൾ ഒരുമിച്ചാണ് ചെയ്യാറുള്ളത്. എനിക്ക് ഒരു ദിവസത്തേക്ക് എവിടെയെങ്കിലും തനിച്ച് യാത്ര പോകേണ്ടി വന്നാൽ പോലും വലിയ പ്രയാസമുള്ള ഒരാളാണ് താൻ. ഇത് വെറുമൊരു ഹണിമൂൺ കാലഘട്ടം ഒന്നുമല്ലെന്നും അതിനൊക്കെയുള്ള സമയം കഴിഞ്ഞു എന്ന് അറിയുമായിരുന്നിട്ടും രാജിന് മുന്നിൽ എനിക്ക് എന്ത് മണ്ടത്തരവും കാണിക്കാവുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ് ഒപ്പം നിന്നു എന്ന് സാം പറഞ്ഞു. പുള്ളിക്ക് ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ലല്ലോ എന്നാണ് തമാശയിൽ സാം എന്ന് പറഞ്ഞത്. കാരണം അത്രമാത്രം സ്നേഹം സാമിനോട് അയാൾക്കുണ്ട്. സിനിമയിൽ 16 വർഷം പൂർത്തിയാക്കിയ സാം
സാമന്ത തന്നെക്കുറിച്ചുള്ള ട്രോളുകളെ ഗൗരവമായി കാണുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ചില ഭയം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയത് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആളുകൾ എന്നെ മാലാഖ എന്ന് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മോശം വ്യക്തി എന്ന് വിളിക്കുമ്പോഴോ താൻ അത് കാര്യമാക്കാറുണ്ടായിരുന്നില്ല. 16 വർഷത്തെ അനുഭവ സമ്പത്ത് കൊണ്ട് എനിക്ക് കട്ടിയുള്ള തൊലിയായി മാറിയിരിക്കുന്നു എന്നാണ് നടി അന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ പറയുന്നത് പോലെ സാമുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, നാഗചൈതന്യമായിട്ടുള്ള വിഷയങ്ങൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളായത്. ഒരുപക്ഷെ ഒരു കാലത്ത് സാം നാഗചൈതന്യ വിഷയം വലിയ വിവാദമായിരുന്നു. തെന്നിന്ത്യൻ താരമായിട്ടുള്ള നാഗചൈതന്യയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിവാദമടക്കം നിലനിന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെന്നിന്ത്യൻ താരങ്ങളായ നാഗചൈതന്യയും സാമന്തയും തമ്മിലുള്ള വിവാഹമോചനത്തിൽ KTRന് പങ്കുണ്ട് എന്നുള്ള തെലങ്കാന മന്ത്രി കൊണ്ട സുരേഖയുടെ പരാമർശമായിരുന്നു അന്ന് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു കാര്യമായി മാറിയ സമയം. സിനിമാ മേഖലയിൽ നിന്ന് നടിമാർ മാറി നിൽക്കുന്നതിന് കാരണം KT രാമറാവു ആയിരുന്നു എന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. നാഗചൈതന്യയും സാമന്തയും വേർപിരിഞ്ഞതിന് പിന്നിൽ KTR ആണെന്നും അവരന്ന് പറഞ്ഞിരുന്നു. നടിമാർ സിനിമാ മേഖലയിൽ വിട്ടുപോകുന്നതും പെട്ടെന്ന് വിവാഹം കഴിക്കുന്നതും KTR കാരണമാണെന്നാണ് അന്ന് കൊണ്ട സുരേഖ ആരോപിച്ചത്. KTR എപ്പോഴും സ്ത്രീകളെ ചൂഷണം ചെയ്യാറുണ്ടെന്നും വ്യക്തിപരമായ വിവരങ്ങൾ കൈക്കലാക്കുന്നതിന് ഫോൺ ചോർത്താറുണ്ട് എന്നുമാണ് മന്ത്രി അന്ന് പറഞ്ഞത്. മയക്കുമരുന്ന് മാഫിയയാണ് KTR. സിനിമ ഇൻഡസ്ട്രിയിലെ പലർക്കും അദ്ദേഹത്തെ മയക്കുമരുന്ന് എത്തിക്കുന്ന രീതിയുണ്ട്. ഇദ്ദേഹത്തിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ പല നടിമാരും അഭിനയം നിർത്തി പോകേണ്ടി വന്നു. KTRന് അടുത്ത് പോകാൻ നാഗാർജുന തന്റെ മകന്റെ ഭാര്യയായ സാമന്തയോട് ആവശ്യപ്പെട്ടുവെന്നും അവർ അതിന് വിസമ്മതിച്ചു എന്നുമായിരുന്നു അന്ന് പറഞ്ഞത്. ഇതേ തുടർന്ന് പ്രശ്നത്തിനൊടുവിലാണ് നാഗചൈതന്യയും സാമന്ത റൂത്ത് പ്രഭുവും വേർപിരിയുന്നത് എന്നായിരുന്നു കൊണ്ട സുരേഖയുടെ വിവാദ പരാമർശം. 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ടു പോകുമെന്ന് ഉടൻ തന്നെ KTRും പ്രതികരിച്ചിരുന്നു. തന്റെ കുടുംബത്തിന്റെ അഭിമാനം തകർത്ത പരാമർശത്തിനെതിരെ നാഗാർജുനയും പ്രതികരിച്ചു രംഗത്തെത്തി. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത്തരം ഒരു പരാമർശം നടത്തിയത് വളരെ മോശമാണെന്നും ഈ പറഞ്ഞത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്നും നാഗാർജുന പ്രതികരിച്ചു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് വിഷയത്തിൽ നാഗചൈതന്യയുടെ പ്രതികരണം. വിവാഹമോചനം എന്ന തീരുമാനം ഒട്ടും എളുപ്പമായ ഒന്നായിരുന്നില്ല. വളരെയധികം വേദന നിറഞ്ഞ നിർഭാഗ്യകരമായ ഒന്നാണ്. ഒരുപാട് ആലോചനകൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് താനും തൻ്റെ മുൻ ഭാര്യയുമായ സാമും വേർപിരിയണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത ലക്ഷ്യങ്ങൾക്കും അതായിരുന്നു ശരി എന്ന തീരുമാനത്തിൽ 2 പ്രായപൂർത്തിയായ ആളുകളെടുത്ത തീരുമാനം. എന്നിരുന്നാലും അതിൻ്റെ പേരിൽ ഒരുപാട് കിംവദന്തികളും വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടു. എന്നിട്ടും എൻ്റെ മുൻ ഭാര്യയുടെയും എൻ്റെ കുടുംബത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഇതുവരെ താൻ അതിനോടൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ ഇപ്പോൾ മന്ത്രി കൊണ്ട സുരേഖ നടത്തിയിട്ടുള്ള പരാമർശം വിരുദ്ധമാണ് എന്നത് മാത്രമല്ല അങ്ങേയറ്റം ആക്ഷേപം കൂടെയാണ് എന്ന് നാഗ വ്യക്തമാക്കി. സ്ത്രീകൾ ബഹുമാനവും പിന്തുണയും അർഹിക്കുന്നവരാണ്. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി സെലിബ്രിറ്റികളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് എന്തും പറയാമെന്ന നിലയ്ക്ക് തരം താഴുന്നത് അങ്ങേയറ്റം നാണക്കേടുള്ള കാര്യമാണെന്നും മന്ത്രിമാർ കുറച്ചുകൂടെ ഉത്തരവാദിത്തമുള്ളവരും വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കുന്നവരാകണമെന്നുമാണ് സമൂഹ മാധ്യമത്തിലൂടെ സാമന്തയുടെ പ്രതികരണം. രാഷ്ട്രീയ പോരിലേക്ക് തൻ്റെ പേര് ആരും വലിച്ചിടേണ്ടതില്ല എന്നും ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് നടിയും രംഗത്തെത്തി. വിവാഹമോചനം തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നും അതേക്കുറിച്ച് കൂടുതൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കേണ്ടതില്ല എന്നും അതിൽ നിന്നൊക്കെ താൻ ഒഴിഞ്ഞു മാറുകയാണെന്നുള്ള സൂചനയും അവർ നൽകിയിരുന്നു. സാം അന്ന് പങ്കുവെച്ച കുറിപ്പ് പറയുന്നത് ഇങ്ങനെ: സ്ത്രീകൾക്ക് മാന്യമായ പെരുമാറ്റം പലപ്പോഴും കിട്ടാത്ത സദാ വെള്ളി വെളിച്ചത്തിലുള്ള ഒരു തൊഴിലിടത്തിൽ ജോലി ചെയ്യുന്ന, അതിജീവിക്കുന്ന, പ്രണയത്തിലാകാനും അതിൽ നിന്ന് പുറത്തു വരാനും നിവർന്നു നിൽക്കാനും പോരാടാനും എല്ലാം കഴിയുന്ന സ്ത്രീയാകാൻ വലിയ ധൈര്യവും മനക്കരുത്തും ആവശ്യമാണ്. ഈ യാത്ര എന്നെ എവിടെ എത്തിച്ചു എന്നതിനെക്കുറിച്ചും എങ്ങനെ പരുവപ്പെടുത്തി എന്നതിനെക്കുറിച്ചും ഞാൻ അഭിമാനപ്പെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട കൊണ്ട സുരേഖ, നിങ്ങൾ ഇതിനെ തീർത്തും നിസ്സാരമായി കാണരുത്.
മന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ വാക്കുകൾക്ക് കരുത്തേറെയാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വ്യക്തികളുടെ സ്വകാര്യതയെ ബഹുമാനിക്കാനും കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കാനും നിങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വിവാഹമോചനം തീർത്തും സ്വകാര്യപരമായിട്ടുള്ള വിഷയമായിരുന്നു. അതേക്കുറിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥന. ആ കാര്യം തികച്ചും സ്വകാര്യവും സൂക്ഷിക്കാനും അനിവാര്യമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആ വിവാഹമോചനം രണ്ടുപേരുടെയും സമ്മതത്തോടെ കൂടെ സംഭവിച്ചതാണ്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയും ഇതിലുണ്ടായിട്ടില്ല. നിങ്ങളുടെ രാഷ്ട്രീയ പോരുകളിൽ നിന്ന് എൻ്റെ പേര് ഒഴിവാക്കണം. ഇന്നേ വരെ രാഷ്ട്രീയത്തിൽ ഇടപെടാതെയാണ് താൻ കഴിഞ്ഞത്. അതങ്ങനെ തന്നെ തുടരുമെന്ന് സാമും പ്രതികരിച്ചു. എന്തായാലും ഇത്തരം വാദപ്രതിവാദങ്ങളും വളരെ ക്രൈസിസ് ആയിട്ടുള്ള സമയവും ഒക്കെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് നടി സാമന്ത. പക്ഷേ ഇപ്പോൾ ആ ഒരു നെഗറ്റീവ് പാർട്ട് ഓഫ് കഴിഞ്ഞു. ഇനി സന്തോഷകരമായിട്ടുള്ള നിമിഷം, തൻ്റെ കുടുംബജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി, അവൾക്കായുള്ള ഒരു അവധി, അതൊക്കെ തന്നെയാണ് സാമുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത വിശേഷങ്ങൾ എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം.